നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തർ സംസ്ഥാന വാഹന തട്ടിപ്പ് സംഘത്തെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ മോഷ്ടാവ് പാത്രക്കടവ് ബാബു ചന്ദനമുട്ടികളുമായി ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. കേരളത്തിലെ BOT പാതകളുടെ ആവശ്യക്കാർ കമ്മീഷൻ പറ്റുന്ന നേതാക്കന്മാർ മാത്രമാണെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. വാർത്തകൾ വിശദമായി. അന്തർ സംസ്ഥാന വാഹന തട്ടിപ്പ് സംഘത്തെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി സ്വദേശി പുയു വീട്ടിൽ മുല്ല റാഫി എന്ന് വിളിക്കുന്ന റാഫി, ചേറ്റുവ പനച്ചിക്കൽ വീട്ടിൽ സുഭാഷ്, ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പണിക്ക വീട്ടിൽ മുഹമ്മദ് ബഷീർ എന്നിവരെയാണ് വാടാനപ്പള്ളി SI KS സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതിയായ കിഴുപ്പുള്ളിക്കര സ്വദേശി ഷീബയെ കഴിഞ്ഞ ദിവസം അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ആഡംബര വാഹനങ്ങൾ ഷീബയുടെ നേതൃത്വത്തിൽ വാടകയ്ക്കെടുത്ത് വൻ തുകയ്ക്ക് പണയപ്പെടുത്തി പണം തട്ടുകയാണ് പതിവ്. ഇതേ രീതിയിൽ 25ഓളം വാഹനങ്ങൾ ഇവർ പണയപ്പെടുത്തിയിട്ടുണ്ട്. 10ഓളം കാറുകൾ വിവിധയിടങ്ങളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വാടാനപ്പള്ളി സ്വദേശിയായ നസീറിന്റെ 7 വാഹനങ്ങൾ ഇവർ പണയപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം, കോട്ടയ്ക്കൽ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് ഇവർ കാർ പണയപ്പെടുത്തുന്നത്. കുഴൽപ്പണം, പെൺവാണിഭം, സ്പിരിറ്റ് മാഫിയ പോലുള്ള അനധികൃത ഇടപാടുകാർക്കാണ് വാഹനം കൂടുതൽ തുകയ്ക്ക് പണയപ്പെടുത്തുന്നത്. പ്രതികൾക്കെതിരെ അന്തിക്കാട്, ഗുരുവായൂർ, നെടുപുഴ, മാള, കൊടുങ്ങല്ലൂർ, വലപ്പാട് എന്നീ സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട്. സീനിയർ CPO ഫൈസൻ, CPOമാരായ വിപിൻ, സൂരജ്, ഗോപകുമാർ, വിനോഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് പാത്രക്കടവ് ബാബു ചന്ദനമുട്ടികളുമായി ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. 50ഓളം മോഷണക്കേസിലെ പ്രതിയായ വെറ്റിലപ്പാറ മുനിപ്പാറയിലുള്ള പാത്രക്കടവ് ബാബുവിനെയാണ് ചന്ദനമുട്ടികളുമായി ഇരിങ്ങാലക്കുട CI TS സിനോജും സംഘവും ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി വനമേഖലകളിൽ നിന്ന് ചന്ദനമരങ്ങൾ മുറിച്ച് ചന്ദന മാഫിയയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിനിടയിലാണ് ബാബു അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലാവുമ്പോൾ ബാബുവിന്റെ കൈവശം 8 ചന്ദനമുട്ടികൾ ഉണ്ടായിരുന്നു. ചന്ദനമുട്ടികൾ ആവശ്യമുള്ളവരെ സമീപിച്ച് സാമ്പിൾ കാണിച്ചു കൊടുത്ത് പാർട്ടിയെ തൃപ്തിപ്പെടുത്തി പാർട്ടി പറയുന്ന സ്ഥലത്ത് ചന്ദനമുട്ടികൾ എത്തിച്ചു കൊടുക്കുകയാണ് ബാബു ഇപ്പോൾ ചെയ്തു വരുന്നത്. 1 കിലോ ചന്ദനത്തിന് 5000 രൂപയാണ് ഇയാൾ വാങ്ങിയിരുന്നത്. ചന്ദനമരം വെട്ടുന്ന ഒരു വൻ സംഘം ഇയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് അറിവായിട്ടുണ്ട്. കച്ചവടത്തിനായി ചന്ദനം വാങ്ങുന്നവരെ കാത്തു നിൽക്കുന്ന സമയത്താണ് ബാബു അറസ്റ്റിൽ ആവുന്നത്. 1998 മുതൽ 2009 വരെ കേരളത്തിൽ 50ഓളം കളവുകേസുകളിൽ പ്രതിയായ ബാബു കുപ്രസിദ്ധ മോഷ്ടാവായ വിശ്വനാഥൻ ബെന്നിയുടെ കൂട്ടുപ്രതിയാണ്. കളവുകേസുകൾ ഇയാൾ സ്വന്തമായാണ് വാദിക്കുന്നത്. അന്വേഷണ സംഘത്തിൽ ഇരിങ്ങാലക്കുട SI PR ബിജോയ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോപി NK അനിൽകുമാർ, TD അനിൽ, PC സുനിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ റോയ് പൗലോസ്, KJ ജിനേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് കേസ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDFന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. കേരള നാട് ഭരിച്ചു മുടിക്കും. ഉമ്മൻചാണ്ടി രാജിവെക്കൂ, പുറത്തു പോകും. കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെച്ചതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെ നേരിടണമെന്നാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി തയ്യാറാവുന്നില്ല? നമുക്കറിയാം, കേരളത്തിലെ പോലീസ് വകുപ്പ് ഉമ്മൻചാണ്ടിയാ ഭരിച്ചിരുന്നത്. ആദ്യം മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ പോലീസ് വകുപ്പ് ഉൾപ്പെടെയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ആഭ്യന്തരം ഉമ്മൻചാണ്ടിയാ എടുത്തിരുന്നത്. ആ ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകുമ്പോൾ പോലും വിജിലൻസ് വകുപ്പ് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ വെച്ചു. പ്രിയമുള്ളവരെ, കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ തട്ടിപ്പ് നടത്താൻ കാലങ്ങളായി കേരളത്തിലെ
ജയിലുകളിൽ കിടക്കുകയും കാലങ്ങളായി കേരളത്തിൽ വിവിധ തട്ടിപ്പുകളിൽ മുഖ്യ പങ്കാളികളാവുകയും ചെയ്യുന്ന ആളുകളുമായിട്ടാണ് ഉമ്മൻചാണ്ടിക്ക് സംസർഗം. CPM ജില്ലാ കമ്മിറ്റി അംഗം KS മുഹമ്മദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, ET ടൈസൺ, അഡ്വക്കേറ്റ് K രാജൻ, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ് എന്നിവർ സംസാരിച്ചു. LDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താന്യം വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു ഡ്രൈവറോ ഒരു ഗൺമാനോ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിൽ നാട്ടിൽ നടന്നൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടു എന്നുള്ള ആക്ഷേപമല്ല ഇതിൽ ഉയർന്നു വന്ന പ്രശ്നം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയായ മിസ്റ്റർ ജോപ്പൻ സോളാർ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ ഉറപ്പിച്ച് മുഖ്യമന്ത്രി അപ്പുറത്തെ മുറിയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെ ഉറപ്പാക്കിക്കൊണ്ട് സാക്ഷിയാക്കിക്കൊണ്ട് ആ കച്ചവടത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. CPM ജില്ലാ കമ്മിറ്റി അംഗം KK ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. MLA മാരായ പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഗീതാ ഗോപി, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, PR വർഗീസ്, KV പീതാംബരൻ, KN ജയദേവൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചളിങ്ങാട് RCUP സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ പൊതുയോഗവും കമ്പ്യൂട്ടറുടെ ഉദ്ഘാടനവും VS സുനിൽകുമാർ MLA നിർവഹിച്ചു. സർക്കാരിന്റെ ഉത്തരവുപ്രകാരം സർക്കാർ സ്കൂളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള LCD പ്രോജക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ വർഷം വരെ പ്രശ്നമായിരുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ മണ്ഡലത്തിലെ 27 സ്കൂളുകൾക്ക് LCD പ്രോജക്റ്റ് കൊടുത്തിരുന്നു. അത് 7 സ്കൂളും സർക്കാർ സ്കൂളും കൊടുത്തു. അത് പ്രകാരത്തോളം LCD പ്രോജക്റ്റാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അത് പ്രത്യേകമായ ഗവൺമെന്റ് ഉത്തരവ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവ് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് വാങ്ങാം. ടീച്ചർ എൻ്റെ നാട്ടുകാരി കൂടിയാണ് നമ്മുടെ HM. ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം മുമ്പ് നമുക്ക് സ്പെഷ്യൽ ഓർഡർ വാങ്ങി. അക്ഷര കൈരളി പദ്ധതി പ്രകാരം MLA ഫണ്ടിൽ നിന്നും സ്കൂളിന് അനുവദിച്ച 4 കമ്പ്യൂട്ടറുകളാണ് സ്വിച്ച് ഓൺ നിർവഹിച്ചത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ ജാൻസി റാഫേൽ, CJ ജോഷി, PTA പ്രസിഡന്റ് AH മുസ്തഫ, KV ഡേവിഡ്, റെന്നി റാഫേൽ എന്നിവരും പ്രസംഗിച്ചു. എടമുട്ടം SNS സമാജം വിദ്യാമന്ദിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CBSE ഇംഗ്ലീഷ് മീഡിയം പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി യാതൊരു ഡൊണേഷനും ഇല്ലാതെ കൂടുതലായിട്ട് ട്യൂഷൻ ഫീസ് ഈടാക്കാതെ സാധാരണക്കാരൻ്റെ മക്കൾക്കും കൂടി ആ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2002 സമാജം വിദ്യാമന്ദിർ എന്ന സ്ഥാപന രീതിയിൽ CBSE സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയത്. ഇവിടെ 2012 NOC കിട്ടിയത്. NOC കിട്ടി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്കൂളിൻ്റെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ച് 2013 ജൂൺ 10 CBSEയിൽ നിന്ന് നമുക്ക് അഫിലിയേഷൻ കിട്ടിയത്. അപ്പോൾ അഫിലിയേഷൻ കിട്ടിയപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തണം എന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചപ്പോൾ കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി ഡോക്ടർ ശശി തരൂർ രാവിലെ 9 ഉദ്ഘാടനം നിർവഹിക്കും. PC ചാക്കോ MP അധ്യക്ഷനാകും. ചോലയിൽ ബാബു വൈദ്യർ, മേനോത്ത് പറമ്പിൽ രാംരാജ്, കാരയിൽ സുനിൽകുമാർ, മാരാത്ത് മാർത്താണ്ഡൻ, EV വസന്തൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. നാട്ടിക MLA ഗീതാ ഗോപി സ്കൂൾ ബസിന്റെ താക്കോൽദാനവും, TN പ്രതാപൻ MLA ലാബ് ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ PR താരാനാഥൻ മാസ്റ്റർ, സച്ചിൻ കുന്നുപറമ്പിൽ, വേളേക്കാട്ട് പുഷ്പാങ്കദൻ, പുല്ലാട്ട് വിശ്വംഭരൻ എന്നിവർ സംബന്ധിച്ചു. ഇനിയൊരു ഇടവേള.